ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വാസുവേട്ടൻ്റെ കട വരെ പോയി കുറച്ച് ചോറും മീൻ വറുത്തതൊക്കെ അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇത് സൺഡേയിലത്തെ ഒരു സ്പെഷ്യൽ മീലാണെന്ന് വേണമെങ്കിൽ പറയാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി കൊരട്ടി ചാലക്കുടി ഭാഗത്തുള്ളവർക്ക് അറിയാവുന്ന ഒരു കടയായിരിക്കും വാസുവേട്ടൻ്റെ കട. അപ്പോൾ വാസുവേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് ഊണ് കഴിക്കുന്ന ഒരു സീനാണ്. ഭയങ്കര തിരക്കുള്ള കട കേട്ടോ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കഴിക്കുന്നിടത്തുനിന്ന് അടുത്ത് നിന്നിട്ട് സീറ്റ് മറ്റേ സദ്യക്കൊക്കെ ബാക്കിൽ ആൾ നിന്ന് മേടിക്കില്ല, അതുപോലത്തെ ഒരു സീനായിരുന്നു. നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി ചേട്ടാ എണീക്കോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചോദിച്ചു ശരിക്കും അവിടെ നിന്ന് അവരെ എണീപ്പിച്ച് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നോക്കിന്ന് എണീപ്പിച്ച് വിട്ടു എന്ന് പറയാം. അപ്പം അങ്ങനെ പോയി. പിന്നെ ഞങ്ങളങ്ങനെ ഇരുന്നു. ചോറ് വന്നു, സാമ്പാർ വന്നു, കറികളൊക്കെ വന്നു. ചോറിനും സാമ്പാറിനും വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എല്ലാ കടയിലും ഉള്ള പോലെ തന്നെ മീൻ വറുത്തതും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചാള വറുത്തതാണ് വാങ്ങിച്ചത്. എന്നെപ്പോലെ ചാള ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ചാള വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഏത് മീൻ വന്നാലും സെക്കൻഡ് ഞാൻ എടുക്കുന്ന മീൻ എന്ന് വെച്ചാൽ കൊഴുവയാണ്. ഫസ്റ്റ് ചാള വറുത്തതായിരിക്കും. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചാള വറുത്തതുണ്ടെങ്കിൽ ഞാൻ ചാള വറുത്തത് എടുക്കുകയുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കഴിച്ചതിൻ്റെ കൂടെ വന്ന ആൾ കഴിച്ച കപ്പയും പോർക്കും കേട്ടോ. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോർക്ക് ഇങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്തില്ല. പിന്നെ അവിടുത്തെ കണക്ക് കൂട്ടുന്ന സീൻ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ അതൊന്നും എടുത്തതാണ്. അത്രേ ഉള്ളൂ. ബൈ.